ഷലോം, നെറീന ഫ്രാൻസിസ്, ജെറുസലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എല്ലാവരും സുഖമായിരിക്കുന്നു? ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു. ഇവിടെ തണുപ്പൊക്കെ കഴിഞ്ഞു, സമ്മർ സീസൺ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ചൂടൊന്നും പറയാനില്ല, എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ നോർമലായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. പരമാവധി ഷെയർ ചെയ്യേണ്ടവർ ഷെയർ ചെയ്യുക, കാണാൻ പറ്റുന്നവർ കയറി കാണുക. ഇസ്ലാമിലെ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിൻ്റെ എന്താ പറയുന്നത്, ഇസ്ലാമിലെ സ്ത്രീകളെ എങ്ങനെയാണ് ഇസ്ലാം സംരക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഞാൻ നേരത്തെ ഇട്ട വീഡിയോ എന്ന് പറയുന്നത്. ഭയങ്കര സംരക്ഷണം കേട്ടോ. ചാക്കിനെ കൊല പഴിപ്പിക്കാൻ വേണ്ടി ചാക്കി കെട്ടിവെച്ചിരിക്കുന്ന കണക്ക്. അപ്പം ഈ കുപ്പായത്തിനകത്ത് എല്ലാ പെണ്ണുങ്ങളെയും കെട്ടിവെക്കുക മാത്രമല്ല, അവരെ എന്ത് ചെയ്യുക, പന്നിക്കിടുക കൂടി ചെയ്യുക എന്നൊരു ദൗത്യം കൂടി ഇസ്ലാമിലുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യൂ ഡ്രസ്സ് ആശാ മേരിജോ, ഇതില്ല, ന്യൂ ഡ്രസ്സല്ല ഇതെൻ്റെ പഴയ ഡ്രസ്സ് തന്നെയാണ്. പക്ഷെ 6 മാസക്കാലം വിന്റർ ആയതുകൊണ്ട് അതൊന്നും ഇടാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പൊ സമ്മറിന് അതൊക്കെ പുറത്തേക്ക് വന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഇസ്ലാം മതത്തില് സ്ത്രീകളെ ഭയങ്കരമായിട്ട് സംരക്ഷിക്കുകയല്ലേ. സ്ത്രീകളെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്നത് കൊണ്ട് തന്നെ מרגישה מלכה? ברוך השם, משהו. עוד לישון עכשיו? לא, בחוץ. היום? אל תביאו שלום פרינה, זה שלום. כן? היום בן 2. כן? יום הולדת. מתי? היום. כן? 2. וואו, איפה הוגה? אין הוגה? איזה הוגה? אלתר, יום הולדת שמח. איפה אלתר? חמוד. שלום. איפה? יום הולדת שמח. איפה הוגה? בדיוק הוגה אלתר. בלי הוגה? לא? അപ്പോൾ ഇസ്ലാമില് സ്ത്രീകളെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയണമെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കയറി ഒന്ന് നോക്കുക. ഭയങ്കര സ്ത്രീ സംരക്ഷണമാണ് അവര്. ഭയങ്കരമായിട്ട് സ്ത്രീകളെ സംരക്ഷിക്കും. പിന്നെ ഖുർആനിൽ ആയത്തും എഴുതി കൊടുത്തിട്ടുണ്ട് സ്ത്രീകളെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഈ പച്ചയ്ക്ക് ചോദിക്കുന്നത്, പൂ തരുമോ, കാ തരുമോ, അമ്മ എത്ര കൊടുത്തു, വെടി വഴിപാട്, ഗുണ്ട, തോക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇത്യാദി വരുന്നത് എന്താണെന്ന് അറിയാമോ? ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദേവിയാണ്, അമ്മയാണ്, മഹത്വമാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ കാത്ത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് നമ്മൾ പിന്നെ ചാക്കിൽ കെട്ടി നമ്മൾ കൊല പഴിപ്പിക്കാൻ വെക്കുന്നത് പോലെ നമ്മൾ പഴിപ്പിക്കാൻ വെക്കേണ്ട ഒരു സാധനമാണ് ഇസ്ലാമിലെ സ്ത്രീകൾ എന്ന് പറയുന്നത് തന്നെ. അതിൻ്റെ നേർക്കാഴ്ചയാണ് ഞാൻ നേരത്തെ ഇട്ട ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ. പരമാവധി നിങ്ങൾ ആ വീഡിയോ കയറി ഒന്ന് കാണണേ. ഇസ്ലാമിലെ സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ച് ഒന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്നോട് പറ, ഇസ്ലാമിലെ സ്ത്രീ എത്രത്തോളം സംരക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഒന്നാമത്തെ കാര്യം, ഖുർആന്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ സ്ത്രീകളെ എന്ത് ചെയ്യണം, അവൾമാരെ ദേഷ്യപ്പെടണം, അവൾമാരെ പച്ചയ്ക്ക് തെറി വിളിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവൾമാരെ പച്ചയ്ക്ക് തെറി വിളിക്കണം. പോരാത്തതിന് നിങ്ങൾ അവൾമാരെ തെറി വിളിക്കുന്നത് മാത്രമല്ല, അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല കുതിരയെ തല്ലു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് തല്ലുന്നത്. ഭയങ്കര തല്ലു കൊടുക്കാൻ ഇത്രത്തോളം മാവന്മാർക്ക് കഴിയുന്നത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളെ നിങ്ങൾ പൊതുരെ തല്ലണം, പിന്നെ അടിക്കണം, പോരാത്തതിന് അവൾമാരെ മാറ്റി കിടത്തണം. നിങ്ങൾ കേവലം വേറൊന്നും ഉണ്ടല്ലോ, നിങ്ങൾ പറയുന്ന കാര്യമൊന്നും അനുസരിച്ചില്ലെങ്കിൽ അത്ര മാത്രമേ ഉള്ളൂ. അവന്മാര് പടന്ന അടിമകളെ പോലെ നിന്ന് അനുസരിച്ച് കൊടുത്തില്ലെങ്കിൽ പൊതുരെ തല്ലണം, തെറി വിളിക്കണം, കട്ടറിൽ നിന്ന് മാറ്റിക്കെടുത്തണം. പിന്നെ അതും പോരാനിട്ട് എന്ത് ചെയ്യണം, തലാഖ് തലാഖ് തലാഖ്, അങ്ങനെ 3 പ്രാവശ്യം നമ്മൾ മുത്തലാഖ് പറഞ്ഞ് അവളുമാരെയും മക്കളെയും കൈയൊഴിയണം. എന്നിട്ട് നമ്മുടെ 30 കുതിരപ്പവറിന്റെ ശക്തി തീർക്കാൻ അടുത്തണത്തിനെ പോയി കല്യാണം കെട്ടണം. ഇതൊക്കെയാണ് നമ്മുടെ മതത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. വർണ്ണനീയാധീനമായ ഒരു സമ്പ്രദായമൊക്കെ ഉള്ളതാണ്. ഇത് നല്ല ആചാരങ്ങളൊക്കെ അടങ്ങിക്കിടക്കുന്ന ഇസ്ലാം മതവും അതിന്റെ സമ്പ്രദായങ്ങളൊന്നും അറിയാവോ നിങ്ങൾക്ക്?
മനസ്സിലായോ? ഇത്ര വലിയ എന്താ പറയുന്ന സമ്പത്ത് നിറഞ്ഞു കിടക്കുന്ന ഇസ്ലാം സമൂഹത്തെ ഇങ്ങനെയൊക്കെ വിമർശിക്കരുത് റീന. വിമർശിച്ച് ഞങ്ങൾ പച്ചത്തെറി പറയും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട് റീന. അങ്ങനെ ഞങ്ങളുടെ മതത്തിന്റെ സ്നേഹത്തെയും ശ്രേഷ്ഠതയും, അയ്യോ പ്രീണനം മൂത്ത് വരുന്നത് ആരാന്നറിയാമോ? ഇത്രയും മഹത്തായ സമ്പത്ത് നിറഞ്ഞു കിടക്കുന്ന ഇസ്ലാം മതത്തോടുള്ള സ്നേഹവും പ്രീണനവും ഒക്കെ മൂത്ത് വരുന്നത് ഹൂറിമാരാ. ക്രിസ്ത്യൻ ഹൂറിമാർക്കും ഹിന്ദു കൂറിമാർക്കുമാണ് ഇപ്പൊ സ്നേഹം മൂത്ത് കിടക്കുന്നത്. ഇസ്ലാമിനെ വെളുപ്പിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഇറങ്ങാൻ പറ്റുമോ എന്ന് പറഞ്ഞ് കച്ചകെട്ടി ഇറക്കി നടക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദു കൂറിമാരും ക്രിസ്ത്യൻ കൂറിമാരും കൂടി ഇറങ്ങി നടക്കുകയാണ്. സ്നേഹം മൂത്തിട്ടെ എങ്ങനെയെങ്കിലും വെളുപ്പിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് കുറെ പെയിന്റ് അടിച്ച് കൂറന്മാരും എന്തുവാ അപ്പിക്കുപ്പായത്തി കിടക്കുന്ന താത്തമാരൊക്കെ വെളുപ്പിച്ച് നോക്കി, നടക്കുന്നില്ലെന്ന് കണ്ടപ്പോഴത്തേക്കും ക്രിസ്ത്യൻ കൂറിമാരെയും ഹിന്ദു കൂറിമാരെയൊക്കെ ഇറക്കി വിട്ടിരിക്കുക വെളുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ ഒരു ലൈവിൽ വന്നപ്പം പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അത് ലൈവ് കാണുന്നില്ല ഇപ്പൊ, ആ ലൈവ് നോക്കിയിട്ട്. ആടുജീവിതം നജീബിന്റെ, അയ്യോ നിങ്ങൾ ഒന്നും വിചാരിക്കരുത് കേട്ടോ. മരുഭൂമിയിൽ കിടന്ന് അദ്ദേഹം കഷ്ടപ്പെട്ടതിന്റെ ജീവിത ചരിത്രമാണ് ആടുജീവിതം. കാരണം നജീബ് മാത്രമേ ലോകത്ത് ഇങ്ങനെ മരുഭൂമിയിൽ കഷ്ടപ്പെട്ടിട്ടുള്ളൂ, വേറെ ആരും കഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഒരു മറ്റ മനുഷ്യനും കഷ്ടപ്പെട്ടില്ല, നജീബ് മാത്രമേ കഷ്ടപ്പെട്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിനെ പുച്ഛത്തോടു കൂടിയല്ല ഞാൻ ഈ പറയുന്നത്. അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിനെ ബഹുമാനാർത്ഥത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. അതും നിങ്ങൾ ചിന്തിക്കണം. അല്ലെ അദ്ദേഹം കഷ്ടപ്പെട്ടതിനെ പുച്ഛമായിട്ട് ഒന്നുമല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിനെ കച്ചവടമാക്കി ഇസ്ലാം മതത്തെ വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നവന്മാർക്കിട്ട് രണ്ട് കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. റേച്ചൽ ജോണെ, ശരീരം നോക്കുമ്പോൾ സ്ത്രീകൾ തിരിച്ചു കൊടുത്താലോ? അങ്ങനെ ചെയ്യണം. തിരിച്ച് നല്ലതുപോലെ എന്ത് ചെയ്യണം വെച്ച് അങ്ങ് കാച്ചി കൊടുക്കണം. സുധീഷ് കെ, മൂവി കണ്ടോ? ഞാൻ മൂവിനെ കുറിച്ചല്ലല്ലോ പറയുന്നത്. ആടുജീവിതം എന്ന് പറയുന്ന നോവലിനെ കുറിച്ചാണല്ലോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നോവലെ കഥാപാത്രമാക്കി മൂവി എടുത്തു. മൂവി എടുത്തിട്ട് മൂവിക്കകത്ത് കൊണ്ടുപോയിട്ട് ആടിനെ കൂടെ ഭോഗിക്കുന്നതും വീഡിയോ എടുത്തു. പക്ഷെ സെൻസർ ബോർഡ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇല്ലെങ്കിൽ നമ്മുടെ പൃഥ്വിരാജ് ആടുമായി ബന്ധപ്പെടുന്നത് നമുക്ക് മൂവിയിലൂടെ കാണാമായിരുന്നു. അങ്ങനെ ഇസ്ലാം മതത്തിന്റെ ഗുദഭോഗത്തെ എങ്ങനെയെങ്കിലും വെളുപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ആടുഭോഗത്തെയും വെളുപ്പിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കിയതാണ്. പക്ഷെ പരാജയപ്പെട്ടു പോയി എന്ന് വേണം പറയുവാനായിട്ട്. പിന്നെ അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അത് പരാജയ സ്ഥിതിക്ക് എല്ലാവരിലൂടെയും നജീബിനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടു നിർത്തി നജീബിന്റെ ആടുജീവിതം വായിക്കൂ, ബെന്യാമിന്റെ ആടുജീവിതം വായിക്കൂ എന്ന് പറഞ്ഞ് ആടുജീവിതം വായിക്കാൻ കൊടുത്ത് അതിലൂടെ നമ്മൾ പതുക്കെ നമ്മുടെ ഒരു അജണ്ട ഇങ്ങനെ നാളൊരു കാലത്ത് മൃഗഭോഗം എന്ന് പറയുന്നതിനെ നമ്മൾ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ ഒരു വഴി കണ്ടെത്തിയെടുക്കുകയാണ് എന്ന് മാത്രമേ ഉള്ളൂ. ദേ വന്നിരിക്കുന്നു. അയ്യോ എടാ, നീയല്ലേ നേരത്തെ വന്ന് നിന്റെ അമ്മയെ തിരക്കിക്കൊണ്ടിരുന്നത്? അമ്മ മലപ്പുറത്തും കൊടുത്തു. പോരാത്തതിന് ഇപ്പൊ അമ്മ വന്നിട്ട് ഹമാസ് തീവ്രവാദികൾക്ക് ഉമ്മ മലപ്പുറത്ത് കൊടുത്തോണ്ടിരിക്കുക, എന്റെ ഉമ്മേനെ ഹമാസ് തീവ്രവാദികളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് വിടിവിച്ചു തരുവോ എന്ന് പറഞ്ഞുകൊണ്ട് നീയല്ലേടാ അബ്ദുൽ സമാദെ നേരത്തെ ഒന്ന് കരഞ്ഞിട്ട് പോയത്? എടാ അബ്ദുൽ സമാദെ നിന്നെ ഉമ്മ ആടിനാ ഉണ്ടാക്കിയിട്ടെന്നാ ഉമ്മ പറഞ്ഞത്. നിന്റെ ഉമ്മ പറഞ്ഞതേ നിന്നെ ഏതൊരു പന്നിക്കാ ആടിലല്ല, പന്നിക്ക് തെറ്റിപ്പോയതാ, ഒരു പന്നിക്ക് ഉണ്ടാക്കിയിട്ടതാന്നാ നിന്നെ പറഞ്ഞത്. നീ ഒരു കാര്യം ചെയ്യാ, ആ പന്നി ഏതാണെന്ന് പറഞ്ഞ് നോട്ടിച്ചിട്ട് പിടിക്കാൻ നോക്ക്. ഏതെങ്കിലും നസ്രാണികൾ കൊണ്ടുപോയി കറി വെച്ച് തിന്നുന്നതിന് മുമ്പേ. അബ്ദുൽ സമാദെ, മിക്കവാറും ഇന്നലെ നസ്രാണികളെല്ലാം കൂടി ചേർന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും? പിന്നെ ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ നസ്രാണികളെല്ലാം കൂടി നിന്റെ ബാപ്പയിനെ കറി വെച്ച് തിന്നിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. നീ എത്രയും പെട്ടെന്ന് ഒന്ന് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ഒന്ന് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ തപ്പിപ്പിടിച്ച ചിലപ്പോൾ നിനക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പന്നിക്ക് നിന്നെ ഉണ്ടാക്കിയിട്ടില്ലേ നിന്റെ ഉമ്മ? അത് നസ്രാണികളുടെ ഇടയിൽ എങ്ങാണ്ട് ആ പന്നി കിടപ്പുണ്ട്. അവർ കറി വെച്ച് തിന്നതിന് മുമ്പേ വേഗം പോയി ആ പന്നി എടുത്തുകൊണ്ട് വന്നോ, അല്ലെങ്കിൽ ബാപ്പേനെ കിട്ടില്ല നിനക്ക്. മനസ്സിലായ? നേരത്തെ വന്ന് പൊലപ്പിക്കൊണ്ട് പോയതാണ്. എന്റെ ഉമ്മ മലപ്പുറം വെടിയാണേ, എന്റെ ഉമ്മയെ ഇപ്പൊ ഹമാസ് ജെറുസലേമിലും കൂടി വെടിവെക്കാൻ ഉമ്മ പോയിട്ടുണ്ട്. ഹമാസിന്റെ അടുത്ത് ഇപ്പോൾ എന്താ പറയുക, അണ്ടർഗ്രൗണ്ടിലൂടെ എന്റെ അമ്മ 4 റൗണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഒന്ന് രക്ഷപ്പെടുത്തി തരുമോ റീന എന്ന് പറഞ്ഞ് നേരത്തെ ഞാൻ വന്ന് ചോദിച്ചതേ ഉള്ളൂ. ഞാൻ അവനോട് പറഞ്ഞു വിട്ടതാ, എനിക്ക് ഈ അഡ്രസ്സും തന്ന് ഫോട്ടോയും തന്നു കഴിഞ്ഞാൽ ഞാനത് വേണമെങ്കിൽ IDF-ന്റെ അടുത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് പറയുകയാണ്
ഉമ്മ അവനെ പന്നിക്കാ ഉണ്ടാക്കിയിട്ടത്, അതുകൊണ്ട് ആ പന്നി എന്റെ ബാപ്പ പന്നി ഉണ്ടല്ലോ അവന്റെ DNA എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തരുമോ ഐഡിയ എന്ന് ചോദിക്കുവോ ഇപ്പം വന്നിട്ട്. അതിന് വേണ്ട, വിഷമിക്കണ്ട, നീ ഒരു കാര്യം ചെയ്താൽ മതി. നസ്രാണികൾ ഇന്നലെ ഞായറാഴ്ച കറി വെച്ച് തിന്ന പന്നിക്കൂട്ടത്തിനകത്ത് വല്ല നിന്റെ പാപ്പ ഇറങ്ങി പോയിട്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ അവർ കക്കൂസി തൂറിയിട്ടുണ്ടാകും. നീ പോയിട്ട് ആ മല എടുത്തിട്ട് കൊണ്ട് DNA എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്ക്, അതിനകത്ത് ഏത് ബാപ്പയാണെന്നുള്ള കണ്ടുവെക്കും. നസ്രാണി അടുത്ത് ചോദിച്ചാൽ മതി. അവർ കറി വെച്ച് തിന്ന പന്നിയെ എവിടെയാ തൂറിയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവരുടെ മല എടുത്തുകൊണ്ട് പോയി DNA ടെസ്റ്റ് കൊടുത്ത് നിന്റെ ബാപ്പയെ കണ്ടുപിടിക്കും. ചെല്ല്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ ചാരം കൊണ്ടുപോയി അടക്കാനുള്ള വഴി നോക്ക്. സമാധി പോയോ? നേരത്തെ കിട്ടിയിട്ട് പിന്നെ ഒരു ഉളുപ്പില്ലാതെ വന്നിരിക്കുവോ കറങ്ങി അടിച്ച്. അബ്ദുൽ സമാദെ, എന്റെ ഐഡിയ ഇപ്പൊ നിനക്ക് ഐഡിയ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ബാപ്പയെ കണ്ടുപിടിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നസ്രാണികൾ കക്കൂസി തൂറി വെച്ച് അത് വേഗം ഫ്ലഷ് ചെയ്ത് കളഞ്ഞതിന് മുമ്പ് വേഗം ചെന്ന് അവരുടെ മല എടുത്തോണ്ട് പോയിട്ട് അതിനകത്ത് ബാപ്പയുടെ DNA അടിച്ച് വിറക്കിച്ചല്ലേ കണ്ടുപിടിക്കേ. അതായിരിക്കും നിനക്ക് പറ്റിയ പണി. അവൻ പന്നിക്കുണ്ടായവനാണെന്ന് പറയാൻ വേണ്ടി വന്നിരിക്കുക എൻ്റെ അടുത്തോട്ട്. സുധീഷ് കെ ആടുജീവിതം കണ്ട. ഞാനെന്തിനാ ഈ ആടുജീവിതം കാണാൻ നടക്കുന്നേ? എനിക്ക് വേറെ ജോലിയില്ലേ? ആ കഥ വായിച്ചവർ പറഞ്ഞത് തന്നെ ധാരാളം. ഇതിൽ കൂടുതലൊന്നും കേൾക്കാനൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഞാൻ ഒരുപാട് ലൈവിൽ വന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് സാധാരണ ഒരുപാട് പേര് മരുഭൂമിയിൽ പോയി കഷ്ടപ്പെടുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മരുഭൂമിയിൽ പോയിട്ട് അദ്ദേഹം മാത്രമല്ല ഒരുപാട് പേര് ഇതുപോലെ ഈ അറബികളുടെ വൃത്തികെട്ടവന്മാരുടെ കയ്യിൽ പോയി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പെണ്ണുങ്ങളോ പിന്നെ പറയണ്ട. പെണ്ണുങ്ങള് ഇവന്മാരാണെങ്കിൽ എന്തുവാ ആണുങ്ങളായതുകൊണ്ട് ഇങ്ങനെ പോയി. ഇനി കൊതഭോഗം വല്ലതും നടന്നിട്ടുണ്ടോ എന്നുള്ളത് തള്ളാ കാത്തോളീൻ എന്ന് പറഞ്ഞതുപോലെ ചോദിക്കണം. ഇനി നജീബിതൊക്കെ പറയാൻ മടിച്ചിട്ട് വല്ലതും പറയാത്തതായിരിക്കും. കാരണം അറബികളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതാണല്ലോ പരിപാടി. നമുക്ക് മരുഭൂമിയിൽ ആരറിയാനാ കാര്യം നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും നമുക്ക് പറയാനുള്ള നിർവാഹമില്ല. അപ്പൊ എന്തായാലും അതുകൊണ്ട് ആടുജീവിതം ഞാൻ കേട്ടേ ഉള്ളൂ. അത് ഇസ്ലാമിനെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് വൈറലാക്കുവോ. ഉടയോനേ റഹ്മാനേ 72 ഹൂറിയിൽ പറക്കുന്നോനെ, അവിടെ കിടന്ന് ശയിക്കുന്നോനെ, 72 ഹൂറിയോട് വേശ്യാലയം കെട്ടിയിട്ടോനെ, മദ്യപ്പുഴ ഒഴുക്കി കൊടുക്കുന്നോനെ, തുടുത്ത മാറിടമുള്ള സ്ത്രീകളെ ഇങ്ങനെ ഭോഗിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തോനെ, ഉടയോനേ റഹ്മാനെ. ആഹാ, വയലാർ എഴുതുമോ ഇതുപോലെ? വയലാർ എഴുതുമോ ഇതുപോലെ? എവിടെയോനേ റഹ്മാനേ. ആഹാ, 72 കൂറിയേയും തുടുത്ത മാറിടവും പോരാത്തതിന് മദ്യപ്പുഴയും ഒഴുക്കിത്തരും. അങ്ങനെ 24 മണിക്കൂറും ഭോഗിക്കാമല്ലോ. ആരുടെയെങ്കിലും കഴുത്തെടുത്താ മതി, എവിടെയെങ്കിലും പോയി ബോംബ് പൊട്ടിച്ചത്താ മതി. 72 കൂറിയും തുടുത്ത മാറിടവും ഓഫറാണേ. എന്ത് നല്ല ഉടയോന്. അതെ അതെ അതെ, ഈ ഉടയോനെ കുറിച്ച് പാടാൻ ഇവന്മാർക്കുള്ള കഴിവ്, കപ്പാസിറ്റിയും. ഇവന്മാർ ഈ ഉടയോനെ റഹ്മാനെ കോർത്തിട്ട് ഇങ്ങനെ ഇരുന്ന് കരയുവേ. എനിക്കതാണ് ഈ ലോജിക്ക് പിടിയിട്ടാത്തത് പ്രിയ സഹോദരങ്ങളെ. അവിടെയാണ് എന്തോ ഒരു ലോജിക്ക് മിസ്റ്റേക്ക് ഉണ്ടാകുന്നത്. ഈ ഉടയോനെയും റഹ്മാനെയും കണ്ടിട്ട് ഇവന്മാരെന്തിനാണാവോ ഈ കരയുന്നേന്നാണ് പിടിയിട്ടാത്തത് എനിക്ക്. തള്ളാ തള്ളാ എന്ന് പറഞ്ഞാൽ കരയും. എന്തുകൊണ്ടാ? നേരത്തെ തന്നെ ബോംബ് പൊട്ടിച്ചാകാനുള്ള ഒരു വഴി പറഞ്ഞാൽ തള്ളാകുമെന്ന് പറഞ്ഞിട്ടാണോ? ഈ റഹ്മാൻ ആരാണ്? അത് എ റഹ്മാന് വേണ്ടി പാടിയതാ. എ റഹ്മാനാ പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടറെ. ആ ഉടയോനേ റഹ്മാനേ എന്ന് പറയുന്ന പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടർ തന്നെ എ ആർ റഹ്മാനാ. ആ എ ആർ റഹ്മാന് വേണ്ടി എഴുതി മ്യൂസിക് കൊടുത്ത പാട്ടാ. അപ്പൊ പിന്നെ ഉടയോനേയും റഹ്മാനെന്നൊക്കെ എ ആർ റഹ്മാനെ ഒന്ന് സൂചിപ്പിച്ചതാ. പിന്നെ നമ്മന്റെ കാമഭ്രാന്തന്മാർക്കൊരു രസം കേട്ടപ്പം അത് ഉടയോനെ റഹ്മാനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇനി നമ്മുടെ തള്ളായ വല്ലം പറഞ്ഞാണോ എന്ന് പുകഴ്ത്തിയിട്ടായിരുന്നു കരയുന്നത്.
ആശിഷ് പി ശശി, റഹ്മാൻ അല്ലാഹുവിന്റെ മറ്റൊരു ഉഡായിപ്പ് പേര്. അതെ, മറ്റൊരു ഉഡായിപ്പ് പേരാ, പക്ഷെ അത് നമ്മുടെ മ്യൂസിക് ഡയറക്ഷൻ റഹ്മാൻ അവർക്ക് വേണ്ടി പാടിയതാ പാട്ട്. ആടുജീവിതത്തിലെ നജീബിന്റെ ചരിത്രം മാത്രം നമ്മൾ അങ്ങ് എന്ത് ചെയ്യും, വൈറലാക്കും. കേരളക്കരെ അങ്ങ് വൈറലാക്കി 36 കോടിയിലൊക്കെ ബ്ലോക്ക് ബസ്റ്റർ കേരളത്തിൽ. കാരണം നമ്മൾക്ക് ഈ ബ്ലോക്ക് ബസ്റ്ററിൽ 36 കോടി എങ്ങനെ വന്നു നിങ്ങൾക്ക് അറിയണ്ടേ? അതാണ്. അവിടെയും ഉണ്ടൊരു ചരിത്രം. ഈ ആടുജീവിതം ഇത്രത്തോളം വൈറലാക്കി ഫേമസ് ആക്കി അത് സിനിമാ മേഖലയിൽ കൊണ്ടുവന്ന് തട്ടുന്നത് എന്തിനാണെന്നറിയാമോ? എന്നിട്ട് ഇവന്മാരങ്ങ് പറയും 100 കോടിക്ക് 500 കോടിക്ക് അങ്ങെന്ന് പറഞ്ഞങ്ങ് തള്ളി മറിക്കും. ഈ 500 കോടിക്കും 100 കോടിക്കും എന്നൊക്കെ തള്ളി മറിക്കുമ്പം നമ്മുടെ കള്ളപ്പണം എന്തുവാ